അപ്പോൾ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ പൊതുജനം സ്പീക്കിംഗ്. അതെന്താ ചോദിച്ചാൽ തെറ്റാണ് പറഞ്ഞാൽ തെറ്റാണ്, ചേർത്താൻ പറ്റില്ലല്ലോ. അന്യ ആൾക്കാരെ ഇവിടെ കൊണ്ട് ചേർത്തുന്നത് ശരിയല്ലല്ലോ. ഏത് രാഷ്ട്രീയ പാർട്ടി ശക്തമായിട്ടുണ്ടോ അവർ ആ പണികൾ കാണിക്കും. അത് അണികൾ, ചില അണികൾ അതിന് പറ്റിയ അണികളുണ്ട്, അവരങ്ങനെയുള്ള ചേർത്തിട്ടേക്കും. ഇതിന് ഗവൺമെൻറ്റിൻ്റെ സംവിധാനം വേണം, പിടിക്കാനും കള്ള വോട്ട് തടയാനുള്ള സംവിധാനം ഗവൺമെൻറ്. ഇപ്പോൾ ടെക്നോളജി ഇത്രയും വളർന്നിട്ട് ഇത് പിടിക്കാൻ വലിയ, പിന്നെ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യില്ല എന്നല്ല അർത്ഥം. കൃത്യമായിട്ടുള്ള നടപടി എടുക്കാത്ത കാരണമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പോത്ത് കളിച്ചത് അത് ശരിയല്ല. അത് കൃത്യമായിട്ടുള്ളവർക്ക് വോട്ട് ചെയ്യുക, അല്ലാണ്ട് വ്യാജമാറ്റി വോട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അത് കുറ്റകരമാണ്. വോട്ട് ചേർക്കാൻ പറഞ്ഞാൽ അത് വ്യത്യാസം, അത് പല ആൾക്കാരും പല വിധത്തിലും പറയുന്നുണ്ട്. നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് ചെയ്യും, ഞങ്ങളുടെ വോട്ട് അങ്ങനെ പറയുന്നില്ല. അത് ശരിയല്ലല്ലോ. കൃത്യമായിട്ടുള്ളവർക്ക് കൃത്യമായി വോട്ട് ചെയ്യുക. ചേർത്താൻ പറ്റില്ല. ഏജൻറ്റുമാരുണ്ടല്ലോ അവിടെ, പിന്നെ വ്യാജ വോട്ടർമാരെ പിടിക്കാനുള്ള ഏജൻറ്റുമാർ ഉള്ളിലിരിക്കുന്നത്. അപ്പം വോട്ട് ലിസ്റ്റിൽ ഫോട്ടോ ഉണ്ടാവില്ലോ. തെറ്റാണ് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ. അത് പിടിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷണറല്ലേ. എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അവർ നോക്കേണ്ടത് അവരുടെ കാര്യമാണ്. നമ്മുടെ പാലക്കാട് സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത് വ്യാജം തന്നെയാണല്ലോ. അതിൽ ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അല്ലല്ലോ, തീർച്ചയായിട്ടും ശരിയല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ചേർക്കുന്നത് ശരിയല്ലല്ലോ. ഇവിടെയുള്ള ആൾക്കാർ വോട്ട് ചെയ്ത് ജയിപ്പിക്കട്ടെ ആരെയും. വെളിയിൽ നിന്ന് വരുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ മോശമല്ലേ ആർക്കാണെങ്കിലും. അത് CPM-ൻ്റെ അനാസ്ഥയാണ്. അവരുടെ അണ്ടറിലാണല്ലോ ഓരോ വാർഡുകൾ നിൽക്കുന്നത്. അവരുടെ ബില്ലോമരാണ് ആ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അത് ശരിയല്ലല്ലോ, അത് തിരികെ കയറ്റാൻ പാടില്ലല്ലോ. ഒറിജിനൽ പിന്നെ നമുക്ക് എന്തിനാണ് ആധാറൊക്കെ? ആധാർ നമുക്ക് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ആണല്ലോ. ആധാർ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വോട്ടർ പട്ടികയിൽ എങ്ങനെ കയറും? അപ്പോൾ അതാണ് ചോദിക്കുന്നത്. ആധാറും ഇതെല്ലാം ഒത്തുനോക്കി വേണ്ടേ ചേർക്കാൻ. അപ്പോൾ എവിടെയാണ് കള്ളക്കളി നടന്നതെന്നറിയാൻ ഞങ്ങളുടെ വാർത്താ സംഘം റോഷിപാലിന്റെ നേതൃത്വത്തിൽ പാലക്കാട്ട് തന്നെയുണ്ട്. അപ്പോൾ വ്യാജ കാർഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജാഗ്രതയെ, അത് പിടിക്കാൻ ഞങ്ങളുടെ ടീം അവിടെ തന്നെയുണ്ട്.